കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത്, ഒരു സ്റ്റാഫിനെ എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു സ്റ്റാർട്ടപ്പാണ്. ആ ബിസിനസ്സിനകത്തോട്ട് ആദ്യമേ തന്നെ സ്റ്റാഫിനെ എടുത്തിട്ട് വേണോ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ല, അതൊന്ന് കുറച്ചായതിനു ശേഷമാണോ എടുക്കേണ്ടത്? എപ്പോഴാണ് ശരിക്കും ഈ സ്റ്റാഫിനെ എടുക്കേണ്ടത്? എപ്പോഴാണ് ഒരു സ്റ്റാഫിനെ എടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ അതിന് പ്രത്യേക സമയമൊന്നുമില്ല. നമ്മളൊരു സ്റ്റാർട്ടപ്പ് എക്സ്പെരിമെന്റൽ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റാഫ് ഇല്ലാതെ ചെയ്ത് നോക്കണം. അതല്ലാതെ എല്ലാം ഓക്കെയാണ്, ഇത്രയും മാർക്കറ്റ് റിസർച്ച് ഒക്കെ ചെയ്തതാണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാഫിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻസിലേക്ക് പറയുന്നത് കൂടുതൽ പേര് സിംഗിൾ മാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു സ്മോൾ സ്കെയിൽ എന്റർപ്രൈസ് എന്ന രീതിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒരു നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ബേസിക് കാര്യങ്ങൾ ചെയ്യുക. ഒരു 1 or 2 weeks അല്ലെങ്കിൽ മാക്സിമം 1 month കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണ് ലീഡ്സിന്റെ കാര്യങ്ങളും സെയിൽസിന്റെ ഓപ്പറേഷൻ എല്ലാം നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഏത് കാര്യത്തിലാണ് നോക്കണം. അതിനെ ഒരാളെ വെച്ച് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ആ സ്റ്റാഫിനെ എടുക്കേണ്ട. ഒരു അഡ്വൈസ് എന്ന രീതിയിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുക്കേണ്ടത് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ. എന്നാലും അത് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബ്യൂട്ടി പാർലർ ബിസിനസ്സാണ്, നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവിടെ സഹായത്തിന് ചിലപ്പോൾ 2 കുട്ടികളായിരിക്കും ആദ്യം എടുക്കേണ്ടത്. ഡിപ്പെൻസ് ആണ്. എന്നാലും ഓപ്പറേഷൻ എന്ന് പറയും. മാർക്കറ്റിംഗ് സ്റ്റാഫ് ഇല്ലാതെ പോകില്ല. മാർക്കറ്റിംഗും സെയിൽസ് ക്ലോസിംഗും. അപ്പൊ നമുക്ക് ഫ്രീ ആവാം, നമുക്ക് ഓപ്പറേഷനിൽ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് വരുമാനം വരുന്ന അനുസരിച്ച് മാർക്കറ്റിംഗും സെയിൽസും മസ്റ്റ് ആണ്. അക്കൗണ്ട്സ് ആണെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാം, അല്ലെ? നമുക്ക് എല്ലാ ദിവസവും അക്കൗണ്ടന്റ് വന്ന് എഴുതാനുള്ള കണക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏജൻസിക്കോ അല്ലെ കൊടുത്തിട്ട് അവർക്ക് അതിന്റെ പൈസ മാത്രം കൊടുത്താൽ അവർ ഓൺലൈൻ ചെയ്ത് തരും. മാർക്കറ്റിംഗ് സ്റ്റാഫ് ഒരു സ്റ്റാർട്ടപ്പ് രീതിയിൽ ആരെ കെയർ ചെയ്യണം? ഷാനിവിസിന്റെ അഭിപ്രായം എന്താണ്? ഓക്കെ, നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ലീഡ് ജനറേഷൻ ആണ്, അല്ലെ? അപ്പൊ ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ആദ്യം ഹയർ ചെയ്യേണ്ടത്. അത് നമുക്കറിയാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ആദ്യമേ നമുക്ക് തന്നെ ചെയ്യാം. ഇല്ല എങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ്, അതായത് ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ എടുക്കണം. അതായത് ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുന്നത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ചെയ്യുന്നത്, SEO, അങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന ഒരാളെ എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ ഹയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആണെങ്കിൽ അവർക്ക് ഒരുപാട് പൈസ ചോദിക്കും, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരില്ല, നമുക്കിപ്പോൾ തൽക്കാലം ഇതിനെ പറ്റിയിട്ട് അടിസ്ഥാന നോളജ് ഉള്ള ഒരാളെ എടുത്തിട്ട് നമുക്ക് അവർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം. സ്റ്റാർട്ടപ്പിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. ഏറ്റവും കൂടുതൽ എക്സ്പേർട്ടിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളോ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയല്ലേ നമുക്കത് പഠിപ്പിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ അല്ലെ അതിന്റെ ക്യാഷ് നോക്കാതെ തന്നെ സെയിൽസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളെ എടുക്കുവാണെങ്കിൽ ഒന്നറിയാം, അവരെ മോൾഡ് ചെയ്ത് എടുക്കാൻ. പിന്നെ ഏത് സ്റ്റാഫിനെ എടുക്കുമ്പോഴും നമുക്ക് കുറച്ച് സമയം എടുക്കും. സ്റ്റാഫ് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് അവരെ ഇഷ്ടപ്പെടണമെന്ന്. ആക്ച്വലി അതല്ല കാര്യം. അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം, അവർക്ക് നമ്മളോടൊരു വിശ്വാസം വരണം. അവരെ പറ്റിക്കോ? എല്ലാവർക്കും അങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കണത്, എനിക്ക് ഇവരെ ഇഷ്ടപ്പെട്ടില്ല, ഇവരെ നമുക്ക് പറഞ്ഞു വിടാം. ആക്ച്വലി അതല്ല, അവർ പറയും. നമ്മളെ വിട്ട് അവർ പോവാതിരിക്കുന്നതാണ് ശരിക്കും ഒരു സ്റ്റാഫ് മാനേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സാർ എനിക്ക് പറയാനുള്ളത്.